നമസ്കാരം. പ്രവാസി ഓൺലൈൻ ന്യൂസിലേക്ക് എവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്ത: പ്രവാസികളുടെ പ്രിയ ദേശമായി ലോകത്ത് ജീവിക്കാൻ ഏറ്റവും മികച്ച രാജ്യങ്ങളുടെ പട്ടികയിൽ മുൻനിരയിൽ ഇടം പിടിച്ച് ജർമ്മനി. വൈകിയെത്തുന്ന ട്രെയിനുകളുടെയും സങ്കീർണമായ പേപ്പർ വർക്കുകളും നിത്യജീവിതത്തിൽ ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാറുണ്ടെങ്കിലും ദീർഘകാല സുരക്ഷിതത്വത്തിലും ജീവിത നിലവാരത്തിലും ജർമ്മനി ലോകത്ത് ഇന്നും ഏറ്റവും മുന്നിലാണെന്ന് പുതിയ അന്താരാഷ്ട്ര സർവേകൾ വ്യക്തമാക്കുന്നു. 2026 രണ്ട് പ്രമുഖ ആഗോള സൂചികകളിലാണ് ജർമ്മനി ആദ്യ 5 സ്ഥാനങ്ങളിൽ ഇടം പിടിച്ചത്. പ്രധാന കണ്ടെത്തലുകൾ എന്താണെന്ന് ചോദിച്ചാൽ ലോകത്തെ മികച്ച 4ാമത്തെ രാജ്യമായി ജർമ്മനി തെരഞ്ഞെടുക്കപ്പെട്ടു. പ്രശസ്തമായ US ന്യൂസ് ആൻഡ് വേൾഡ് റിപ്പോർട്ട് തയ്യാറാക്കിയ 2026 ബെസ്റ്റ് കൺട്രീസ് പട്ടികയിൽ ജർമ്മനിക്ക് 4ാം സ്ഥാനമാണ് ലഭിച്ചത്. വെറും പ്രശസ്തി മാത്രം നോക്കാതെ ആരോഗ്യം, ഭരണം, അടിസ്ഥാന സൗകര്യങ്ങൾ, സാമ്പത്തിക വികസനം തുടങ്ങിയ യഥാർത്ഥ ഡാറ്റകൾ പരിശോധിച്ചാണ് ഈ റാങ്കിംഗ് നിശ്ചയിച്ചത്. അതേസമയം താമസം മാറാൻ മികച്ച 5ാമത്തെ രാജ്യമായും ജർമ്മനി തെരഞ്ഞെടുക്കപ്പെട്ടു. പ്രമുഖ ധനകാര്യ സേവന കമ്പനിയായ റെമിറ്റ്ലി നടത്തിയ ഇമിഗ്രേഷൻ ഇൻഡെക്സ് 2026 സർവേയിൽ വിദേശ രാജ്യങ്ങളിൽ നിന്നും ആളുകൾക്ക് താമസം മാറാൻ ഏറ്റവും അനുയോജ്യമായ ലോകത്തെ 5ാമത്തെ രാജ്യമായി ജർമ്മനി തെരഞ്ഞെടുക്കപ്പെട്ടു. ശക്തമായ സാമൂഹിക സുരക്ഷ, മികച്ച ആരോഗ്യ സംവിധാനം, തൊഴിൽ വിപണി എന്നിവയിൽ ലോകത്തെ 2ാം സ്ഥാനത്താണ് ജർമ്മനി. സാമ്പത്തിക വളർച്ചയിൽ 3ാം സ്ഥാനത്തും കുട്ടികളെ വളർത്താൻ ഏറ്റവും അനുയോജ്യമായ സാഹചര്യങ്ങളിൽ 7ാം സ്ഥാനത്തും ജർമ്മനി ഇടം പിടിച്ചു. ആഗോള റാങ്കിംഗ് ഒറ്റനോട്ടത്തിൽ പറയുകയാണെങ്കിൽ US ഇൻഡെക്സ് അനുസരിച്ച് സ്വിറ്റ്സർലൻഡും റെമിറ്റ്ലിയുടെ റാങ്കിങ്ങിൽ സ്വിറ്റ്സർലൻഡുമാണ്. 2ാമത്തേത് ഡെൻമാർക്കും ഈസ്റ്റ്ലാൻഡുമാണ്. 3ാമത് സ്വീഡനും ലക്സംബർഗുമാണ്. 4ാമത് ജർമ്മനിയും ഓസ്ട്രേലിയയുമാണ്. 5ാമത് നെതർലാൻഡ്. ജർമ്മനിയുടെ പ്രത്യേകത ഒന്നുകൂടി പറഞ്ഞാൽ ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായ അമേരിക്ക ഈ പട്ടികയിൽ 18ാം സ്ഥാനത്താണ്. ഉയർന്ന സാമ്പത്തിക വളർച്ചയുണ്ടെങ്കിലും ആരോഗ്യം, പൊതുസുരക്ഷ, ഇൻഫ്രാസ്ട്രക്ചർ എന്നീ മേഖലകളിലെ പോരായ്മകളാണ് അമേരിക്കയ്ക്ക് തിരിച്ചടിയായത്. എന്നാൽ ജർമ്മനി എല്ലാ മേഖലകളിലും ഒരുപോലെ തന്നെ മികച്ച ബാലൻസ് നിലനിർത്തുന്നതായും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. എന്തായാലും ഒരു വശം കൊണ്ട് ജർമ്മനി സാമ്പത്തികമായി, അതായത് സാമ്പത്തിക മാന്ദ്യത്തിന്റെ പിടിയിലാണെങ്കിലും തൊഴിലില്ലായ്മ ഉയർന്നു വരികയാണെങ്കിലും ഉക്രൈൻ റഷ്യൻ യുദ്ധം ജർമ്മനിക്ക് നിരവധി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും ഇതിന്റെ മറുവശം നോക്കിയാൽ ജർമ്മനി ഇപ്പോഴും നല്ല രാജ്യം തന്നെയായിട്ടാണ് റിപ്പോർട്ടുകളിൽ വ്യക്തമാകുന്നത്. ജർമ്മനിയിലെ തൊഴിൽ നഷ്ടം കുറയുന്നതായി റിപ്പോർട്ട്. ആശ്വാസ സൂചനയുമായിട്ടാണ് എംപ്ലോയ്മെന്റ് ബാരോമീറ്റർ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. ജർമ്മനിയിലെ പ്രമുഖ സാമ്പത്തിക ഗവേഷണ സ്ഥാപനമായ ഈഫോ ഇൻസ്റ്റിറ്റ്യൂട്ട് പുറത്തുവിട്ട ഏറ്റവും പുതിയ എംപ്ലോയ്മെന്റ് ബാരോമീറ്റർ റിപ്പോർട്ട് അനുസരിച്ച് രാജ്യത്തെ തൊഴിൽ വെട്ടിക്കുറയ്ക്കലുകളിൽ നേരിയ കുറവുണ്ടാകുമെന്നാണ് സൂചന നൽകുന്നത്. പ്രധാന വിവരങ്ങളായി സൂചികയിലെ വർധനവ് ഏപ്രിൽ മാസത്തിൽ 91.4 പോയിന്റ് ആയിരുന്ന തൊഴിൽ സൂചിക മെയ് മാസത്തിൽ 93.9 പോയിന്റിലേക്ക് ഉയർന്നു. ഇത് തൊഴിൽ വിപണിയിലെ തളർച്ച പതുക്കെ കുറയുന്നതിന്റെ ലക്ഷണമായിട്ടാണ് കരുതുന്നത്. സൂചിക ഉയർന്നുവെങ്കിലും 100 പോയിന്റിന് താഴെ നിലനിൽക്കുന്നതിനാൽ കമ്പനികൾ പുതിയ ജീവനക്കാരെ എടുക്കുന്നതിൽ ഇപ്പോഴും വലിയ ജാഗ്രത പുലർത്തുന്നുണ്ട്. ഇതിന്റെ കാരണം ഒന്നുകൂടി പറഞ്ഞാൽ, പ്രത്യേകിച്ച് ഒട്ടനവധി മലയാളികൾ ജർമ്മനിയുടെ ഓപ്പർച്യൂണിറ്റി കാർഡിൽ ജർമ്മനിയിലേക്ക് എത്തുന്നുണ്ടെങ്കിലും കുടിയേറുന്നുണ്ടെങ്കിലും ഇവർക്ക് ആർക്കും തന്നെ ജോലി കിട്ടുന്നില്ല എന്നുള്ള ഒരു വലിയ വസ്തുത നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഇവർക്ക് ഭാഷയുടെ ഒരു അഭാവമുണ്ട്. രണ്ടാമത് ഇവരൊക്കെ തന്നെ അക്കാഡമിക് ലെവൽ ഉണ്ടെങ്കിലും ജർമ്മനിയിലെ കമ്പനികൾ പറയുന്നതനുസരിച്ചുള്ള ജോലി ചെയ്യാനുള്ള മികവ് കാണിക്കുന്നില്ല എന്നുള്ള ഒരു പോരാഴികയാണ് എല്ലാവരും ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. അത് മാത്രമല്ല, പ്രതിസന്ധിയിലായ മേഖലകളെ പറ്റി പറയുമ്പോൾ മെയ് മാസത്തിലെ സർവേ പ്രകാരം ടൂറിസം, സർവീസ് മേഖല, ലോജിസ്റ്റിക് എന്നീ രംഗങ്ങളിൽ നിലവിൽ തൊഴിൽ നഷ്ടം ഏറ്റവും കൂടുതൽ ബാധിച്ചിട്ടുണ്ടെന്നും സർവേ വ്യക്തമാക്കുന്നു. സാമ്പത്തിക പശ്ചാത്തലത്തെ പറ്റി പറഞ്ഞാൽ ഇറാനിലെ അമേരിക്കൻ ഇടപെടലുകളെ തുടർന്നുണ്ടായ ആഗോള സാമ്പത്തിക പ്രതിസന്ധി കാരണം ജർമ്മനിയുടെ 2026 സാമ്പത്തിക വളർച്ചാ നിരക്ക് നേരത്തെ തന്നെ കുറച്ചിരുന്നു. ചൈനയിൽ സന്ദർശനം നടത്തുന്ന ജർമ്മൻ സാമ്പത്തിക മന്ത്രി കാതറീനെ റൈഷിന്റെ നിർണായക ചൈനീസ് സന്ദർശനം രാജ്യത്തിന് തുണയാകുമോ എന്ന് ഇവിടുത്തെ വിദഗ്ധർ ഇപ്പോൾ ഉറ്റുനോക്കുകയാണ്. മന്ത്രിയുടെ നിർണായക ചർച്ചകൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തിക ബന്ധം കൂടുതൽ ശക്തമാക്കാനും വിശ്വസ്തതയുള്ള പങ്കാളിയായി മാറാനും ആഹ്വാനം ചെയ്യുന്നുണ്ട്. ജർമ്മനിയുടെ വ്യവസായ മേഖലയ്ക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കളുടെയും വിഭവങ്ങളുടെയും ലഭ്യത ഉറപ്പാക്കുകയാണ് മന്ത്രിയുടെ സന്ദർശനത്തിന്റെ പ്രധാന ലക്ഷ്യം.
ജർമ്മനിയിലെ നോർത്ത് റൈൻ വെസ്റ്റ്ഫാളിയ സംസ്ഥാനത്തിൽ സ്കൂൾ കുട്ടികളുടെ ഇടയിലേക്ക് കാർ ഇടിച്ചു കയറി 2 കുട്ടികൾ മരിച്ചു. ബുധനാഴ്ച രാവിലെ ഡിൻസ്ലാക്കനിൽ സൈക്കിളിൽ പോവുകയായിരുന്ന സ്കൂൾ കുട്ടികളുടെ സംഘത്തിലേക്കാണ് കാർ ഇടിച്ചു കയറ്റി 12 വയസ്സുള്ള 2 കുട്ടികൾ മരണപ്പെട്ടത്. രാവിലെ സ്കൂളിലേക്ക് സൈക്കിളിൽ പോവുകയായിരുന്ന കുട്ടികളുടെ നേർക്കാണ് 47 വയസ്സുകാരിയായ സ്ത്രീ ഓടിച്ചിരുന്ന കാർ നിയന്ത്രണം വിട്ട് ഇടിച്ചു കയറിയത്. അപകട സമയത്ത് കാർ ഓടിച്ചിരുന്ന സ്ത്രീ ബോധരഹിതയായിരുന്നോ എന്ന് പോലീസ് പരിശോധിച്ചു വരികയാണ്. ഈ സ്ത്രീയുടെ പക്കൽ ഒരു മെഡിക്കൽ ഉപകരണം ഉണ്ടായിരുന്നതായും കണ്ടെത്തിയിട്ടുണ്ട്. ഇവർക്ക് പെട്ടെന്നുണ്ടായ എന്തെങ്കിലും ശാരീരിക അസ്വസ്ഥതയാണോ അപകടത്തിന് കാരണമായതെന്നാണ് പോലീസ് ഇപ്പോൾ അന്വേഷിക്കുന്നത്. അതേസമയം കുട്ടികളുടെ മരണത്തിൽ പ്രദേശം ഒന്നടങ്കം വലിയ ഞെട്ടലിലാണ്. കൂടുതൽ അന്വേഷണങ്ങൾ നടന്നു വരികയാണ്. അടിയന്തര ഘട്ടത്തിൽ യൂറോപ്യൻ സഖ്യകക്ഷികൾക്ക് നൽകി വരുന്ന യുദ്ധവിമാനങ്ങൾ, യുദ്ധക്കപ്പലുകൾ, ആകാശത്ത് വെച്ച് ഇന്ധനം നിറയ്ക്കുന്ന വിമാനങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള സൈനിക സഹായങ്ങൾ ഗണ്യമായി വെട്ടിക്കുറയ്ക്കാൻ അമേരിക്ക ഒരുങ്ങുന്നതായി ജർമ്മൻ വാർത്താ മാധ്യമം റിപ്പോർട്ട് ചെയ്തു. ഇതോടെ നാറ്റോ സഖ്യത്തിലെ രാജ്യങ്ങൾക്കിടയിൽ അഭൂതപൂർവമായ പ്രതിസന്ധിയാണ് രൂപപ്പെട്ടിരിക്കുന്നത്. അമേരിക്ക നാറ്റോ സഖ്യത്തിൽ നിന്ന് പൂർണ്ണമായി പിന്മാറിയേക്കുമെന്ന ആശങ്കയും ചില യൂറോപ്യൻ രാജ്യങ്ങൾ ഇപ്പോൾ പ്രകടിപ്പിക്കുന്നുണ്ട്. അതേസമയം റഷ്യൻ ഭീഷണി നേരിടാനായി ബ്രിട്ടനും പോളണ്ടും പ്രതിരോധ സുരക്ഷാ കരാർ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. പോളിഷ് പ്രധാനമന്ത്രി ഡൊണാൾഡ് ടസ്കും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കിയർ സ്റ്റാർമറുമാണ് കരാറിൽ ഒപ്പുവയ്ക്കുന്നത്. അതിർത്തി സംരക്ഷണം, സംഘടിത കുറ്റകൃത്യങ്ങൾ തടയൽ, പ്രതിരോധ സഹകരണം വർദ്ധിപ്പിക്കൽ എന്നിവയും കരാറിന്റെ ഭാഗമാണ്. നേരത്തെ ഫ്രാൻസ്, ജർമ്മനി രാജ്യങ്ങളുമായും ബ്രിട്ടൻ ഇത്തരം കരാറുകൾ ഉണ്ടാക്കിയിരുന്നു. റഷ്യയെ വലിയ ഭീഷണിയായിട്ടാണ് പോളണ്ടും ബ്രിട്ടനും പരിഗണിക്കുന്നതെന്ന് ഡൊണാൾഡ് ടസ്ക് ലണ്ടനിലേക്ക് യാത്ര തിരിക്കും മുമ്പ് പറഞ്ഞു. യുകെയിലെ മിൽട്ടൺ കെയ്നസ് പ്രദേശത്ത് പ്രമുഖ മലയാളി ഡോക്ടർ അച്ചാമ്മ ജോൺ കൊല്ലപ്പെട്ട സംഭവത്തിൽ 58-കാരനായ ഭർത്താവിനെ ബ്രിട്ടീഷ് പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഞായറാഴ്ച വൈകുന്നേരമാണ് മോറെ ഡ്രൈവിലുള്ള ദമ്പതികളുടെ വസതിയിൽ വെച്ച് ഭർത്താവിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. വീട്ടിൽ നിന്നും അടിയന്തര സഹായം തേടിയുള്ള സന്ദേശം ലഭിച്ചതിനെ തുടർന്ന് പോലീസ് സംഘം എത്തിയപ്പോൾ അച്ചാമ്മ ജോൺ മരണപ്പെട്ട നിലയിലാണ് കണ്ടെത്തിയത്. കൊലപാതകം നടന്നയുടൻ തന്നെ സംഭവ സ്ഥലത്തുണ്ടായിരുന്ന ഭർത്താവിനെ പോലീസ് ഉദ്യോഗസ്ഥർ വന്ന് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. യുകെയിൽ സ്കിൻ ക്യാൻസർ മേഖലയിൽ പേരെടുത്ത പാത്തോളജിസ്റ്റ് ആയിരുന്നു കൊല്ലപ്പെട്ട ഡോക്ടർ അച്ചാമ്മ ജോൺ. യൂറോപ്പിലെ കടുത്ത ചൂട് വത്തിക്കാനിലുമെത്തി. വത്തിക്കാനിൽ പ്രാർത്ഥനയ്ക്കിടെ വിശ്വാസി കുഴഞ്ഞു വീണു. പ്രോട്ടോകോൾ മറന്ന് ഓടിയെത്തി ലിയോ 14 മാർപ്പാപ്പ. വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ ജനറൽ ഓഡിയൻസിനിടെ നാടകീയ രംഗങ്ങളാണ് അരങ്ങേറിയത്. കടുത്ത ചൂടിനെ തുടർന്ന് കുഴഞ്ഞു വീണ വിശ്വാസിക്ക് സഹായവുമായി ലിയോ 14 മാർപ്പാപ്പ നേരിട്ടാണ് എത്തിയത്. വത്തിക്കാനിലെ കടുത്ത സുരക്ഷാ പ്രോട്ടോകോളുകൾ പോലും മാറ്റിവെച്ചാണ് മാർപ്പാപ്പ സാധാരണക്കാരനായ വിശ്വാസി അടുത്തേക്ക് ഓടിയെത്തിയത്. ഇറ്റാലിയൻ വാർത്താ ഏജൻസിയായ അഡൻ ആണ് ഈ വാർത്ത പുറത്തുവിട്ടത്. ബുധനാഴ്ച, അതായത് മെയ് 27-ന് റോമിൽ ഏകദേശം 30 ഡിഗ്രിയോളം ചൂടായിരുന്നു. വാർഷിക പൊതുദർശനത്തിന് ശേഷം മാർപ്പാപ്പയ്ക്ക് കൈകൊടുക്കാനായി കാത്തുനിന്ന ആയിരക്കണക്കിന് വിശ്വാസികളിൽ ഒരാളാണ് കടുത്ത ചൂട് താങ്ങാനാവാതെ പെട്ടെന്ന് ബോധരഹിതനായി വീണത്. തന്റെ മുന്നിൽ ഒരു വിശ്വാസി പെട്ടെന്ന് നിലം പതിക്കുന്നത് കണ്ട മാർപ്പാപ്പ സുരക്ഷാ ഉദ്യോഗസ്ഥർ തടയാൻ ശ്രമിക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് വേഗത്തിൽ നടന്നെത്തുകയായിരുന്നു. തുടർന്ന് അദ്ദേഹത്തെ എഴുന്നേൽപ്പിക്കാനും പ്രാഥമിക ശുശ്രൂഷ നൽകാനും മാർപ്പാപ്പ നേരിട്ട് നേതൃത്വം നൽകി. വത്തിക്കാന്റെ ചരിത്രത്തിൽ തന്നെ അപൂർവമായ ദൃശ്യങ്ങൾ അവിടെയുണ്ടായിരുന്ന ആളുകൾ മൊബൈൽ ക്യാമറയിൽ പകർത്തപ്പെടുകയും വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൻതോതിൽ വൈറലാവുകയും ചെയ്തിട്ടുണ്ട്. മാർപ്പാപ്പയുടെ ഈ കാരുണ്യ പ്രവൃത്തിയെ ലോകമെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് ആളുകളാണ് ഇപ്പോൾ പ്രകീർത്തിക്കുന്നത്. അതേസമയം കുഴഞ്ഞു വീണ വ്യക്തിക്ക് വത്തിക്കാൻ മെഡിക്കൽ സംഘം ഉടൻ തന്നെ അടിയന്തര ചികിത്സ ലഭ്യമാക്കിയെന്നും അദ്ദേഹത്തിന്റെ ആരോഗ്യനില ഇപ്പോൾ തൃപ്തികരമാണെന്നും വത്തിക്കാൻ വൃത്തങ്ങൾ തന്നെ അറിയിച്ചു. കാശ്മീരിലെ ഗുൽമാർഗ് കേബിൾ കാർ അപകടത്തിൽ നിരവധി സഞ്ചാരികൾ കുടുങ്ങി. ഇന്ത്യയിലെ പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രമായ ജമ്മു കശ്മീരിലെ ഗുൽമാർഗിൽ കേബിൾ കാർ സാങ്കേതിക തകരാറിനെ തുടർന്ന് പാതി വഴിയിൽ നിലച്ചു. 320ഓളം വിനോദസഞ്ചാരികളാണ് മലനിരകൾക്ക് മുകളിൽ വായുവിൽ കുടുങ്ങിയത്. ചില ക്യാബിനുകൾ നിലത്തുനിന്ന് ഏതാണ്ട് 150 മീറ്ററോളം ഉയരത്തിലാണ് ഉണ്ടായിരുന്നത്. ഇന്ത്യൻ സൈന്യവും ദുരന്ത നിവാരണ സേനയും ചേർന്ന് അവിടെ യുദ്ധകാലാടിസ്ഥാനത്തിൽ രക്ഷാപ്രവർത്തനം തുടർന്നു വരികയാണ്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ അക്കൗണ്ടുകൾ ഇഡി മരവിപ്പിച്ചു. സ്ഥിര നിക്ഷേപത്തിന്റെ രേഖകളും പിടിച്ചെടുത്തു. മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് നടന്ന റെയ്ഡിന് പിന്നാലെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ അക്കൗണ്ടുകളാണ് ഇഡി മരവിപ്പിച്ചത്. കേസിൽ തെളിവ് ശേഖരണത്തിന്റെ ഭാഗമായി 10ഓളം കേന്ദ്രങ്ങളിലാണ് പരിശോധന നടത്തിയത്. വീണ വിജയന്റെ HDFC ബാങ്ക് അക്കൗണ്ടാണ് ഇഡി മരവിപ്പിച്ചത്. വീണയുടെ സ്ഥിര നിക്ഷേപത്തിന്റെ രേഖകളും പരിശോധനയിൽ ഇഡി പിടിച്ചെടുത്തിട്ടുണ്ട്. തിരുവനന്തപുരത്തെ പിണറായി വിജയന്റെ വസതി, കണ്ണൂരിലെ വീട്, മുഹമ്മദ് റിയാസിന്റെ കോഴിക്കോട്
ബന്ധപ്പെട്ട വീട് തുടങ്ങിയ സ്ഥലങ്ങളിലായിരുന്നു പരിശോധന. അതേസമയം വീണ വിജയനും CMRL മാനേജ്മെന്റിനും ചേർന്ന് നിയമവിരുദ്ധമായി പണം സമ്പാദിച്ചുവെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് റെയ്ഡ് ഉൾപ്പെടെയുള്ള നടപടികളെന്ന് ED ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. CMRL കേസുമായി ബന്ധപ്പെട്ട് 242 അക്കൗണ്ടുകളിലായി 18.36 കോടി രൂപ മരവിപ്പിച്ചെന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യക്തമാക്കിയത്. വിവിധ ഇടങ്ങളിലെ പരിശോധനയിൽ കണ്ടെത്തിയ ബാങ്ക് അക്കൗണ്ടുകളാണ് മരവിപ്പിച്ചത്. ഇത് വീണയുടെ മാത്രമല്ലെന്നും ED അറിയിച്ചു. അതേസമയം അന്വേഷണത്തിനെത്തിയ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ 7 പ്രതികൾ അറസ്റ്റിലായി. 6 പ്രതികളെ CPM പോലീസിന് കൈമാറുകയായിരുന്നു. ED വാഹനത്തിന് നേരെയുണ്ടായ ആക്രമണത്തെ തുടർന്നാണ് പോലീസ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ വസതിയിലാണ് ED അന്വേഷണത്തിനായി എത്തിയത്. ഇതിനെ തുടർന്നാണ് CPM പാർട്ടി അംഗങ്ങൾ പ്രതിരോധിക്കാനായി വീടിന് മുന്നിൽ തടിച്ചുകൂടിയത്. പ്രതിരോധം ഒടുവിൽ അക്രമാസക്തമാവുകയും പോലീസിന് ബലപ്രയോഗം നടത്തേണ്ടിയും വന്നു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിനോട് പൂർണ്ണമാവുകയാണ്. നിങ്ങൾ നൽകിവരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും പറയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസി.com സന്ദർശിക്കുക. നന്ദി, നമസ്കാരം.